ഹായ് ഗൈസ്, നമസ്കാരം. വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാണ് വൈകുന്നേരം. അപ്പോൾ പിന്നെ ഞാൻ അറിഞ്ഞില്ല അതിനെ ഫോൺ വാങ്ങാനായിട്ട് സർപ്രൈസായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി, അവൾക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ആമിയെ കൊണ്ട് പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആമി ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ഉറക്കം. എന്നാൽ ഞാൻ വിചാരിച്ച് ആ ഫോൺ അൺബോക്സ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. നല്ല ക്ലാരിറ്റിയുള്ള ഏത് ഫോണാണ് അതിനെ? നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്. ഏതാണ് അതിനെ? ഗാലക്സി A34. നല്ല രസമുണ്ട് അതിനകത്ത് ഫോട്ടോ എടുത്തിട്ട്. അയന വരെ നന്നായിട്ടുണ്ട്. ഇവൻ വരെ വിളിക്കും. കാണിക്ക. അൺബോക്സ് എന്ന് പറയുമ്പോൾ ആ കവർന്നേ എടുക്കുന്നതാട്ടോ. നീ അതിനകത്ത് എടുത്ത ഒരു ഫോട്ടോ ഒന്ന് കാണിക്കുക. കൊള്ളാം. കവർ 2 ദിവസം കഴിഞ്ഞിട്ടേ ഒരു കവർ തരും. കാണിക്കിങ്ങോട്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ വിഷമം തോന്നി, ഇത്രയും ക്ലാരിറ്റി വേണ്ട. ഉണ്ടോ, നന്നായിട്ടുണ്ട്. കിട്ടിയപ്പോഴേ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. എന്തൊക്കെ കിട്ടി എൻ്റെ കൂടെ? ബാക്കി കാണിക്കൂ. കോംപ്ലിമെന്റ് ആയിട്ട് ഹെഡ്സെറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് പെബിളിന്റെ എടുത്ത് കാണിക്ക്. ഇവിടെ വാച്ചിൻ്റെ ബഹളമാണ്. പക്ഷെ ഈ സൈസ് വാച്ച് യശോയ്ക്ക് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ റിച്ചസ്റ്റ് മാൻ യശോ ആണ്. അതുകൊണ്ട് റിച്ചസ്റ്റ് വാച്ചും യശോയുടെയാണ്. എനിക്കൊരു വാച്ച്, എനിക്ക് എൻ്റെ ഫോണിൽ അവരൊരു സ്റ്റിക്കർ തന്നു. അങ്ങനെ അതിന് എത്ര രൂപയായി അതിന് ഈ ഫോണിന്? നല്ല ക്ലാരിറ്റി ഉള്ള ഫോണാണ്. നിന്നെ മാത്രം കാണിക്കാതെ ഇങ്ങോട്ട് ഫോണ്. കണ്ട 3 കളറാണ് ഇതിൻ്റെ കിട്ടുക. ബ്ലാക്ക് ശരിക്കും കാണിക്കും, കുലുക്കാതിരിക്കും. ഇത് ഈ പച്ച, ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ പച്ച കളർ. നന്നായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കണ്ടൻ്റൊന്നും ഇല്ല, വെറുതെ ഒരു അൺബോക്സിങ്. അയനയുടെ ഒരു ഫോൺ വാങ്ങിയതിൻ്റെ ഒരു ആട്ടം കാട്ടല് അത്രയേ ഉള്ളൂ. ഇവിടെ അല്ല. അപ്പം ശരി, ഗുഡ് നൈറ്റ്, ടാറ്റ പറയടി. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി പറ കുട്ടി. ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, അഭിപ്രായം പറയുക. ആരെങ്കിലും ഈ ഫോൺ വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ഫോൺ വാങ്ങിക്കുക. നല്ല ഫോൺ. ചെന്നൈ മൊബൈൽസ് ഞങ്ങൾ വാങ്ങിയത്. അതിനിടെ ജോലി ചെന്നൈയിലായതുകൊണ്ട് ചൈനയ്ക്ക് എനിക്ക്. ഓക്കെ, ബൈ ബൈ.